ഇവർ വിവാഹിതരായാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഇവളുടെ ഭൂമിജയുടെ അച്ഛന് ക്യാൻസർ എന്ന രോഗം പിടിപെട്ടിരിക്കുകയാണല്ലോ. അത് അച്ഛൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഭൂമിജയോട് ഡോക്ടർ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ഭൂമിജയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സങ്കടം അടക്കിപ്പിടിക്കുന്നുണ്ട് എന്ന് കാണാം. ഇതിനിടയിലാണ് അച്ഛൻ്റെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് അച്ഛനൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അച്ഛന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്ന് കാണാട്ടോ. ഇതേ സമയമാണ് നമ്മുടെ കേക്ക് മുറിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന സമയം മൂക്കിൽ നിന്നും ചോര വരുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അച്ഛൻ്റെ അടുത്താണെങ്കിൽ ഭാര്യ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ചോര വരുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭൂമിജ ഒരുപാട് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുന്നത് കാണാനായിട്ട് കഴിയും. സത്യം ഭൂമിജയ്ക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഭൂമിജ സങ്കടപ്പെടുന്നതെന്ന് കാണാം. ഇതേ സമയം ഭൂമിജ അച്ഛനെ എന്തൊക്കെയോ പറഞ്ഞ് രക്ഷപ്പെടുത്തുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. കാരണം അമ്മ വേദനിക്കരുതല്ലോ, അതുകൊണ്ടാണ് ഭൂമിജ അങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. കൂടാതെ പിറ്റേ ദിവസമാണെങ്കിൽ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഭൂമിജ പ്രാർത്ഥിക്കുന്നുണ്ട്. തൻ്റെ അച്ഛൻ തനിക്കെല്ലാമാണ്, തൻ്റെ അച്ഛനെ അങ്ങോട്ട് വിളിക്കരുത്, തൻ്റെ അച്ഛന് യാതൊരു കുഴപ്പവും ഉണ്ടാകരുത് ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആയുസ്സിനും അച്ഛൻ്റെ രോഗത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഭൂമിജയാണെങ്കിൽ പ്രാർത്ഥിച്ച് മടങ്ങവേ നമ്മുടെ അജയുടെ വെളിച്ചനെങ്ങാണ്ട് കാണുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അജയുടെ വെളിച്ചനുമായിട്ട് ഭൂമിജ സംസാരിക്കുമ്പോൾ, സാറെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, എന്നെയും മകളായിട്ട് കണ്ടോ, ആ പ്രായമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, തീർച്ചയായിട്ടും എൻ്റെ മകളായിരിക്കുമ്പോൾ എൻ്റെ കൂടെ വരേണ്ടി വരും എന്ന് പറയുന്നത് കാണാം. അപ്പോഴാണെങ്കിൽ ഭൂമിജ പറയുന്നുണ്ട്, അത് ഒരിക്കലുമില്ല, താൻ അങ്ങനെ വരികയില്ല, തൻ്റെ അച്ഛനെ അമ്മയെയും വിട്ട് എവിടേക്കുമില്ല എന്ന് പറയുന്നു. അത് കേട്ടതും, നിന്നെപ്പോലെ ഒരു മകളെ കിട്ടിയതാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞ് അദ്ദേഹം കാറിൽ പോകുമ്പോൾ ഭൂമിജയാണെങ്കിൽ അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ.